ഹായ് ഫ്രണ്ട്സ്, എനിബഡി ക്യാൻഡുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളങ്ങനെ പുതിയൊരു യാത്ര പോകാൻ വേണ്ടി പോവാണ്. നമ്മള് പുതിയ യാത്രയ്ക്ക് വേണ്ടി ഇപ്പൊ ഈ വണ്ടി എടുത്തിട്ട് കുറച്ച് ആയി. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നമ്മൾ അടുത്ത തന്നെ പുതിയ യാത്ര പോകും, പുതിയ യാത്ര പോകും, പുതിയ യാത്ര പോകും. അങ്ങനെ തന്നെ ഒരു 5-6 വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ പോയിട്ടില്ല. അപ്പൊ നാളെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ ലഡാക്കാണ്. അപ്പൊ നാനോയും കൊണ്ട് നമ്മൾ ലഡാക്ക് പോവാണ്. അപ്പൊ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം അടിച്ചു. അതേപോലെ നമ്മുടെ HSRP നമ്പർ പ്ലേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും വിഷയമില്ല. പിന്നെ കൂളിംഗ് എല്ലാം പറിച്ചു കളഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ നമ്മൾ എക്സ്ട്രാ 2 ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ രാത്രിക്ക് അങ്ങനെ ഓടിക്കലില്ല, എന്നാലും മഞ്ഞൊക്കെ ഉള്ള സ്ഥലത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ഇടാന്ന് വിചാരിച്ചിട്ട് പിടിപ്പിച്ചാൽ നമ്മൾ ഇതിനെ ഫോഗ് ലാമ്പ് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഈ യാത്രയ്ക്ക് നമുക്ക് വേറെ ആളും കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ആളെയും കൂടി ഞാൻ വിളിക്കുകയാണ്. കാരണം നമ്മൾ ഇത്ര നാളും ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. അപ്പൊ നമ്മുടെ കൂടെ വേറെ 2 ആൾക്കാരും കൂടി വരുന്നുണ്ട്. അവരെയും കൂടി ഞാൻ ഈ വീഡിയോയിലേക്ക് വിളിക്കുകയാണ്. വാ വാ, മൈക്കും കൂടി വെച്ചോ. ഓക്കെ, ഇങ്ങോട്ട് നിൽക്ക്. പുതിയ ആളാന്ന് ചോദിച്ചപ്പോ എല്ലാരും ചോദിച്ചിട്ടുണ്ടോ വേറെ ആൾക്കാരാണ്. പുതിയ ആളൊന്നുമല്ലോ, പഴയ ആള് തന്നെയാണ്. അപ്പൊ ഞങ്ങള് പോകണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. സർജറിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു പോയിക്കോ, ഒരു വിഷയമില്ല. ഡോക്ടറെ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോ മിക്കവാറും കാണുമായിരിക്കും. ഗ്യാരണ്ടി എപ്പോഴാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കായിരിക്കും ചിലപ്പോ. അങ്ങനെയൊന്നും ചോദിക്കില്ല കേട്ടോ. ഡോക്ടർ പൂർണ്ണമായിട്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല. പെയിനും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എല്ലാം നോർമലായി. അപ്പൊ പിന്നെ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് പിന്നെ നമ്മൾ വേറെ കുറെ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടും. അപ്പൊ വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. കട്ടില് ഒരാൾക്കുള്ള കട്ടിലാണ്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് കട്ടില് ശരിയാക്കൽ നടക്കില്ല. കുറെ ആശാരിമാരെടുത്ത് ചോദിച്ചു, എല്ലാരും തിരക്ക്. ലാസ്റ്റ് ഞങ്ങൾ തന്നെ ഒരു കട്ടിൽ ഉണ്ടാക്കിട്ടോ. പക്ഷെ ചെറിയൊരു ഷീറ്റും കൂടെ മേളിൽ ഒട്ടിക്കാനുണ്ട്. കേട്ടോ. പിന്നെ ഈ സാധനങ്ങളാണ് നമ്മുടെ മെയിൻ. ഒരു ലോഡ് സാധനങ്ങളുണ്ട്. ചേട്ടി പോവാൻ വേണ്ടി കുറഞ്ഞ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോ ഇപ്പൊ എടുത്തെടുത്ത് വന്നപ്പോ ഞങ്ങളുടെ 2ന്റെയും കൂടെ ലോഡ് കണക്കിന് കുഞ്ഞാറ്റ ഉണ്ട്. അത് 3ാമത്തെ ആള്. അതെ, ഇങ്ങോട്ട് നിൽക്ക്. സാധനങ്ങൾ ഉള്ളിലെ കട്ടിലൊക്കെ നമ്മൾ സെയിം തന്നെയാണ്. ചെറിയ മാറ്റങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ ഏച്ചു കെട്ടി മുളച്ചിരിക്കുന്നത് അതേപോലെ മുളച്ചാണ് ഇരിക്കുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കട്ടിലൊന്ന് കാണിച്ചാൽ. അപ്പൊ നമ്മുടെ കട്ടിലിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ കട്ടിൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തല വെച്ചത് ഈ സൈഡിലാട്ടോ, ബേക്ക് സൈഡിലാട്ടോ. അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ വെക്കാം. നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തല വെക്കാം. കാരണം ഈ പ്രാവശ്യം നമ്മൾ തന്നെ ചെയ്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് വെക്കാം. പിന്നെ ഇവിടുന്ന് ഇതിന്റെ അടിയിലാണ് നമ്മുടെ സ്റ്റോറേജ് ഫുള്ള് വരുന്നത്. ഇത് അങ്ങോട്ട് മറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കട്ടില് ഫുള്ളായി കേട്ടോ. അപ്പൊ അത് ഞാൻ നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ അതും കൂടി ഒന്ന് കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ താത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പൊക്കിയാൽ നമ്മുടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അടിയിലായി. ഈ ഒരു ബോക്സ് നമ്മൾ പുതിയത് വെച്ചാട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അതേപോലെ സംഭവങ്ങളാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങൾ എടുക്കണം. ഇവിടെ ഫാന് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫാനുണ്ട്. അതേപോലെ ചെറിയൊരു ലൈറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ ഇതിന്റെ അകത്തേക്ക് അടുക്കണം. അപ്പൊ ആൻസി ഇവിടെ ഒരു കച്ചവടത്തിന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. കച്ചവടത്തിന് ഇരിക്കുന്ന പോലെ ഇല്ല ആൻസി, വഴിയരികിലെ കച്ചവടം. ഇത് ഫുള്ള് നമുക്ക് നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റാനുള്ളതാണ്. അല്ല, ഇത് മെയിൻ എന്താണെന്നറിയോ? ഇതില് മെയിൻ തണുപ്പുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ തണുപ്പിന് വേണ്ട ഒരു സെറ്റ് ഡ്രസ്സും അല്ലാത്ത വേറൊരു സെറ്റ് ഡ്രസ്സും ആണ്. പിന്നെ നമ്മള് എന്താ ഇപ്പോഴും നമുക്ക് കഴുകിയിട്ട് ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അല്ല, നമ്മളെ മെഡിസിൻ മേടിച്ചില്ല. മെഡിസിൻ വാങ്ങിയിട്ടില്ല. മെഡിസിൻ മേടിക്കണം. മാത്രല്ല, ഇത് കുറ്റി മാത്രമേ ഉള്ളൂ, അത് കാലിയാ. അപ്പൊ നമുക്ക് 2-3 സൈസ് സാധനങ്ങളാണുള്ളത്. ഇത് ഫുള്ള് ഡ്രസ്സിന്റെ ഐറ്റംസ് ആണ്. 3 ആളുടെ ഡ്രസ്സ് വന്നപ്പോ ഇത് തന്നെ വെക്കുമ്പോൾ നമ്മുടെ വണ്ടി ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് കുടിവെള്ളം, അതേപോലെ ഇതിന്റെ ഗ്ലാസ്, ഇത് പെപ്പർ സ്പ്രേ, ഇത് മൂവ്. ഇത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ വീഡിയോ എടുക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ഇത് നമ്മൾ കഴുത്തേലിട്ട് ഫോൺ അവിടെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാം. അതേപോലെ ചെറിയൊരു സ്റ്റൗ ഉണ്ട്. അപ്പൊ ഇതിന്റെ ചെറിയ സ്റ്റൗവിന്റെ ഗ്യാസ് കുറ്റികൾ നമുക്ക് വാങ്ങണം. അതൊരു 4 മേടിക്കാം അല്ലേ. പിന്നെ നമ്മുടെ വലിയ സ്റ്റൗവും പിന്നെ ബർണർ ഞാൻ കഴുകിയിട്ടേ കേട്ടോ. 1 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട്. പിന്നെ ഇത് ഫുള്ള് മസാലേന്റെ സാധനങ്ങള്, അതായത് മസാലേന്റെ സാധനങ്ങളല്ലടി, ഫുഡിന്റെ സാധനങ്ങൾ. ഇത് നമ്മുടെ അരിയും സാധനങ്ങൾ. ബിരിയാണി അരി ഉണ്ട്, സാധാ കുഞ്ഞരി ഉണ്ട്. ഇത് ഫുള്ള് മസാല ഐറ്റംസ്, ചക്ക വറുത്തത്, ഗ്യാസ് കുറ്റി. പിന്നെ കുറച്ച് ടൂൾസും എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതില് എല്ലാം നമുക്ക് ആവശ്യം വരില്ല, എന്നാലും ആവശ്യമുള്ള കുറച്ച് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുടുങ്ങില്ല. കുടുങ്ങും. അതെ. അപ്പൊ നമുക്ക് തുടങ്ങാം, യുദ്ധം തുടങ്ങാം. ആദ്യം നമുക്ക് കുക്കിങ്ങിന്റെ സാധനങ്ങൾ വെച്ചാലോ? അല്ല, ആദ്യം ഈ ഉള്ളിൽ വെക്കേണ്ട സാധനങ്ങളെല്ലാം ഉള്ളിൽ കയറ്റാം. ഇതൊക്കെ മേളിൽ വെക്കേണ്ടി വരും. പെപ്പർ സ്പ്രേ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നോർത്ത് വേണം. അതെന്തിനാ ഊരുന്നെന്തിനാ? എടി അതെ, ഈ മേളിത്തെ കവറിങ് ഇങ്ങ് ഊരി വെക്കുകയാണെങ്കിൽ. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു അതല്ല, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ എടുത്തു മാറ്റാൻ പറ്റില്ലായിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ലായിരുന്നു തോന്നുന്നു. പാടായിരുന്നു, കാരണം താഴത്തെ ബോക്സിൽ മെയിൻ ആയിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള. സ്റ്റിക്കർ അല്ല, ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്ത് ഇന്നലെ സെറ്റപ്പ് ചെയ്തതാണ്. അപ്പൊ പെട്ടെന്നായതുകൊണ്ട് ആശാരിമാരെ അന്വേഷിച്ച് സമയവും പോയി. പിന്നെ നമ്മളായി ആശാരി, ചേട്ടായി ആശാരിയായി. ഇനിയിപ്പോ എന്താ അറിയാൻ ഇതിപ്പോ ഇങ്ങനെ ആക്കിയതുകൊണ്ട് ഇതിലേക്ക് ഇനി പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ എടുക്കാനും. ഞങ്ങളുടെ ആദ്യത്തെ ചേട്ടയ്ക്ക് പോകാണ്ടായിരുന്നതിൽ ആദ്യത്തെ ഞങ്ങൾ ഷീറ്റ് ഒക്കെ ഒട്ടിച്ചിട്ടോ. ഈ പീസിൽ കണ്ടോ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതും കുറച്ച് നീട്ടം അങ്ങോട്ട് കൂട്ടി. അത് ആശാരിന്റെയാണ്. ആ മൂലക്ക് കൊണേന്നിരിക്കുന്നുണ്ടോ, അത് ആശാരിന്റെ ആണ് കേട്ടോ. ഞാനാണ്, വേറെ ആരും ഇല്ല ആശാരി. ഇവിടെ നമുക്ക് ബാറ്ററി ഉണ്ട്. ഇത് നമ്മൾ ആദ്യമൊക്കെ ചെയ്തോണ്ടിരുന്ന ചാർജർ. പിന്നെ നമ്മുടെ പഴയ സെറ്റപ്പ് തന്നെ ഇതങ്ങോട്ട് ഈ ചാരി അങ്ങോട്ട് ഊരി വെക്കുന്നു, മറിച്ചിടുന്നു, കിടന്നുറങ്ങുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, പ്രാവശ്യം നമ്മൾ വണ്ടിയിൽ കിടക്കില്ല, കുറച്ചൊക്കെ വണ്ടിയിൽ കിടക്കുള്ളൂ. ഞങ്ങള് കൂടുതലും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങള് വണ്ടി ഒഴിവാക്കി വണ്ടിയിൽ കിടക്കാണ്ട് റൂമൊക്കെ കുറച്ചും കൂടി പ്രിഫർ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. അല്ലെ, റൂം എടുക്കണം, വണ്ടിയിലും കിടക്കണം. രണ്ടുമാണ് ഞങ്ങളുടെ ആഗ്രഹം. ബാക്കിൽ ഇവിടെ സ്റ്റിക്കറും ഉണ്ട് കേട്ടോ, കേരള ടു ലഡാക്ക്. വണ്ടി ഒന്ന് കഴുകാൻ ചെറിയൊരു റിവേഴ്സ് ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട്, ചെറിയൊരു ക്യാമറ കേട്ടോ. ഇവിടെ ഈ സൈഡിൽ നമ്മുടെ റൂട്ട് നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പ്രാവശ്യം നാഗാലാൻഡ് പോകണം, ആസാം പോകണം. ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഇതുപോലെ പലതും പറഞ്ഞു പോയിട്ടും പലതും സ്റ്റിക്കർ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ കൊണ്ട് ഭ്രാന്തനാക്കുക. അല്ല, ഓരോരുത്തരും ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതെന്ന്. ആദ്യം എന്താ അടിയത്തിയാ? താഴത്തെ സാധനങ്ങളൊക്കെ ആദ്യം കയറ്റുകയാണെങ്കിലേ മേളില് തുണികളൊക്കെ അല്ലേ എടുത്തു വെക്കാനുള്ളൂ. അതെ, എന്നാ ആദ്യം മസാലക്കൂട്ട് സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പൊ അങ്ങനെ നമ്മള് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, സാധനങ്ങളെല്ലാം ആയി. നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും ഗ്യാസും വെള്ളവും എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ വേണം നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ വെക്കാൻ കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ സ്റ്റിക്കർ അടിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അതിപ്പോൾ എടുത്ത് വെക്കാത്തത്. അപ്പോൾ അതിന് സ്റ്റിക്കറും കൂടി അടിച്ചിട്ട് വേണം നമുക്ക് എടുത്ത് വെക്കാൻ. ആൻസി പോവാ, അമ്മ വരുന്നോ? കുടയൊന്നും വേണ്ട, നമ്മൾ വണ്ടി പോയിട്ട് വേഗം വരില്ലേ. വണ്ടിയിലൊരു കുടയുണ്ട്, ചെരുപ്പിന് വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലയിൽ എത്തിയിട്ടോ. ഇത് കണ്ടോ, ഇവിടെ എന്താ പരിപാടി എന്നുണ്ടോ? ഇവിടെ ഭയങ്കര പരിപാടികളാണ്. ഇതെന്താണ്, മുട്ടായിയോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മുട്ടായി തുടങ്ങിയല്ലോ ദൈവമേ. ദാഹം. ഇപ്പൊ പോവാ. നാളത്തെ യാത്രയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ഈ എണ്ണ അടിക്കാൻ വേണ്ടി പോകട്ടോ. ആദ്യമായിട്ടാണ് ഫുൾ അടിക്കാൻ വേണ്ടി പോകുന്നത്. 1000 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് ഫുള്ള് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്കിന്ന് നോക്കാം കേട്ടോ ഇതിൻ്റെ ടാങ്ക് ഫുള്ള് എത്രയാണെന്ന്. കാരണം ഇതിന് മുന്നേക്ക് നമ്മൾ ആദ്യത്തെ നാനോയ്ക്ക് ഒരു 1500 1700 അങ്ങനത്തെ റേറ്റ് ആകുമ്പോഴത്തേക്ക് ഫുള്ളാവുമായിരുന്നേ. ഇത് നമുക്ക് നോക്കാം. 3000 രൂപയ്ക്ക് എണ്ണയൊക്കെ അടിച്ചിട്ടോ. പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ലേ, കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ ഈ പണി കിട്ടി. ഇത് കണ്ടോ, അടിയിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക, തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കാണിക്കുന്ന ആനന്ദേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ്. ആനന്ദേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ വന്നു. ആനന്ദേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ. എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും അടിയിലേക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ വെക്കാൻ വേണ്ടി തുടങ്ങുവാണേ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫുൾ ടാങ്ക് അടിക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ അടിയിൽ സീനായിട്ടുണ്ട് എന്നുള്ള കാര്യം കേട്ടോ. ഉപ്പ് കിട്ടിയോ? അടിയിൽ വെക്കും. മുന്നിലേക്ക് ഒഴുകി വരുന്നുണ്ടോ? ലീക്കുന്നൊക്കെ ഞാൻ കണ്ടു. പക്ഷേ നേരത്തെ കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ തുള്ളി ആയില്ലേ. പക്ഷെ എന്നാലും നല്ല എണ്ണ ഇവിടെ വീണു കേട്ടോ. 2-3 നന്നായിട്ട് ഉള്ളി വീഴുന്നുണ്ട്. അപ്പൊ അവരെന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു? ബെസ്റ്റ് എന്തായി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പാട്ട ഞാൻ നോക്കുമ്പോ 20 ലിറ്റർ കഴിഞ്ഞു, 24 ലിറ്റർ കഴിഞ്ഞു, 24 എന്റെ ഒരു അറിവ്. പുള്ളി 25, 26, 27 ലിറ്റർ വരെ. എന്നിട്ടൊന്നും അറിയുന്നില്ല. അപ്പോഴുണ്ട് നോക്കുമ്പോ അടിപൊളി ഇങ്ങനെ പോയിക്കോട്ടിരിക്കുക. പക്ഷെ ഒരു കാര്യണ്ട്, എണ്ണ പോയതിന്റെ പൈസ ഇപ്പൊ നമ്മൾ തന്നെ കൊടുക്കണ്ടേ? ഇപ്പൊ നമുക്ക് നഷ്ടല്ലേ? ഇല്ല ഞാനൊക്കെ സൗകര്യമായി.
അപ്പോൾ അങ്ങനെ നമ്മുടെ പൈപ്പ് കിട്ടി കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പൈപ്പ്. ഈ ഓട്ട ഉണ്ടോ, അതേപോലെ മേളിൽ ഇവിടെ ഉണ്ട് ഒരു ഓട്ട, മേളിൽ ഇവിടെ ഉണ്ട്. ഓ ഇത് കുറേ ഓട്ട ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്. ഇത് ഈ ഓട്ടകളൊക്കെ കുറേ ഉണ്ടല്ലോ ഇതിലോട്ട. ആ ഓരോ ഓട്ടയായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു അല്ലേ. ആ ഇത് ഫുൾ ഓട്ട കേട്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഈ പൈപ്പ് മാറണം. ഇത് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് കാണില്ലേ, ഇത് ഈ സാധനത്തിൻ്റെ എയർ പോകുന്ന പൈപ്പും കൂടിയാണ്. അപ്പോൾ അതിൽ കൂടിയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ലീക്കുന്നത്. അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് കിട്ടുമോ നോക്കണേ. കിട്ടിയോ നോക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ അത് ആനന്ദേട്ടൻ അവിടെ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ഇതിലുള്ള ഓട്ടം മൊത്തം നീ ഒന്ന് എണ്ണ്. ആവോ ഇതെനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് ഫുൾ ടാങ്ക് ഒന്നും അടിക്കാത്ത വണ്ടിയാന്ന് തോന്നുന്നു. ഇത് ചുമ്മാ ഇങ്ങനെ കിടന്നപ്പോൾ എന്തോ കുത്തുന്ന. ഇല്ല ഇല്ല നമ്മൾ ഇന്നല്ലേ അടിക്കുന്നേ. ഇഷ്ടം പോലെ ഓട്ടമുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ അറിയുള്ളൂ, അതാ പ്രശ്നം. നമ്മൾ ഇത്ര നാൾ 250-300 അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെ അറിയാനാ? അതൊന്നും പോരാ. ഇതിന് 24 ലിറ്റർ അടിച്ചിട്ട് ഫുള്ളായിട്ടില്ല. 24-25 അടിക്കാം. 3000 അല്ല, 2028 ലിറ്റർ അടിച്ചു നേരത്തെ. ഇതിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ കാണുന്നുണ്ടോ? എന്തോ ഞാൻ കൈ കഴുകാനോ? അതേ പോണേ, അതിനെ പിടിച്ചോ. ഇതെന്തായാലും നമുക്ക് എടുത്തു വെക്കാം കേട്ടോ, ഒരു സ്മാരകമായിട്ടിരുന്നോട്ടെ. അങ്ങനെ വണ്ടി റെഡിയാക്കിട്ടോ. വണ്ടിയിൽ വേറെ പൈപ്പിട്ട് ഞങ്ങൾ ചെയ്തു. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണേ. ചേട്ടയ്ക്കുള്ള പൈസയും കൊടുത്തു. അങ്ങനെ സമാധാനമായി. ഓട്ടാന്ന് പറഞ്ഞാൽ മൊത്തം ഓട്ടയായിരുന്നേ. പിരിപിരിപിരിപിരിപിരാന്ന് ഏതോ വണ്ടോ അങ്ങനെ എന്തോ കുത്തീൻ്റെ ഓട്ടയാന്ന് തോന്നുന്നു കേട്ടോ. മൊത്തത്തിൽ ഓട്ടയായിരുന്നേ. കുട്ടി മടുത്തില്ലേ? എന്നാ വാ, പോയിട്ടും വരാം. ബത്തേരിക്ക് വണ്ടി കൂടെ പോകണം. എന്നാ വാ. അപ്പോൾ നമ്മൾ പോവുകയാണേ. വണ്ടി റെഡിയാക്കി കിട്ടിട്ടോ. ഇനി റിവേഴ്സ് എടുത്ത് പോണം. വണ്ടി കെട്ടുക അല്ല, അപ്പുറത്തൊരു വണ്ടി ഉണ്ട്. കുഞ്ഞാറ്റ വരുന്നില്ല? എന്നാ വാ. ഞങ്ങൾ വണ്ടിയൊക്കെ നേരെയാക്കി പോവാണ് കേട്ടോ. സമാധാനമായല്ലേ? ഫുൾ ടാങ്ക് ഇവിടെ തന്നെ അടിച്ചു നോക്കാൻ തോന്നിയത് നന്നായി. സാധാരണ നമ്മൾ എപ്പോഴും എങ്ങനെയാ കർണാടകയിൽ ചെന്നിട്ട് കർണാടക വിലക്കുറവാണല്ലോ, അവിടെ നിന്ന് അടിക്കാന്ന് വിചാരിച്ചു പോകും. അപ്പൊ അങ്ങനെ അടിച്ചിരുന്നെങ്കിൽ പണി അങ്ങോട്ട് കിട്ടിയാണ്. പിന്നെ നമ്മൾ എപ്പോഴും ആനന്ദേട്ടൻ്റെ അടുത്ത് ആയി പോകുന്നത് കൊണ്ട് ആ ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് ചേട്ടായി വേഗം ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഇവിടെ ആയിട്ടാട്ടോ നമ്മുടെ സ്റ്റിക്കർ വരിക. ഈ ഒരു സൈഡിൽ പാർട്ടി പൊക്കോ ഒന്നും അറിയില്ല. പിന്നെ മൊത്തം ഇല്ലല്ലോ, മൊത്തം അടയ്ക്കുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ആ സ്റ്റിക്കറും കൂടി അടിച്ചിട്ട് ഇനി നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഒരാൾ ഉണ്ടോ? അയ്യേ കൈ വായി വെക്കാൻ നാണക്കേട്. ഇനി എടുക്കടി. 4 വയസ്സായി എന്നിട്ട് അവൾ വായിൽ കൈ വെച്ചോണ്ടിരിക്കണേ. നാണക്കേട്. എന്തായാലും മടുത്തോ? ഇപ്പം ശരിയായി തരാം. അതെന്തിനാ? അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ വർക്കെല്ലാം കഴിഞ്ഞോട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റിക്കർ സേ നോ ടു ഡ്രഗ്സ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു മെസ്സേജ് ആയിട്ട് നമ്മളിതിങ്ങനെ ബേക്കിൽ ഒട്ടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി മെല്ലെ വിടാം. അങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അതെ, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്ക് ഇനി സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ട്. സ്റ്റിക്കറല്ല, ഫ്ലോർ മാറ്റ് നമ്മുടെ കട്ടിലയിൽ ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയതുകൊണ്ടാണ് അത്ര ലേറ്റ് ആയത്. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പണിയായിരുന്നു അത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇന്ന് ഇറങ്ങാത്ത നന്നായി. ഇന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാട്ടോ ഞങ്ങളിരുന്നത്. അപ്പോൾ ഇന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ പണി കിട്ടിയാണ്. ഇന്നിപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അരിപ്പിയായിരുന്നു. അപ്പോൾ തുടർന്ന് നമ്മുടെ ചാനലെല്ലാം കാണുക. അല്ല ചാനലെല്ലാം വീഡിയോസ് എല്ലാം കാണുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ നാളെ തൊട്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതന്നെ ഞങ്ങൾക്ക് പിന്നെയും പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ